ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും ഇറങ്ങിയിട്ടോ പോകാൻ. വീട്ടിലെ അംഗമൊക്കെ കഴിഞ്ഞ് രാവിലെ ചോറൊക്കെ ഉണ്ട്. എന്നാൽ വിട്ടേക്കാം കടയിലേക്ക്. നമ്മുടെ ലോകം അവിടെ ആണല്ലോ. അവിടെ വന്നു കുറേ നേരം, രാവിലെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സാധനമൊക്കെ എടുത്തു കൊടുത്തു. ചായ വന്നു, ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇച്ചിരി നേരം ഇരുന്നു. എന്നപ്പോൾ ഓർത്തെന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒതുക്കി പെറുക്കിയേക്കാന്ന് കരുതി. എന്നാൽ കുറച്ച് പവർ പ്ലഗുകളുണ്ട്, എന്നാൽ അതൊന്ന് എടുത്ത് വെച്ചേക്കാം. അവിടെ ഇരുന്നത് തീർന്നു, ഒന്ന് എടുത്ത് വെച്ചേക്കാമെന്ന് ഓർത്ത് ഞാൻ എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ അവൾ വീഡിയോ എടുക്കുകയാണേ, എൻ്റെ ക്യാമറാമാനോനെ. പിന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം അറിയാവുന്നവർക്ക് കേട്ടോ. ഈ കടയൊന്ന് പരിചയപ്പെട്ടിരിക്കുമല്ലോ. അതുപോലെ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ പോലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഇങ്ങനൊരു കട, ഇത്രയും സാധനങ്ങളൊക്കെ ഉള്ളൊരു കട കൂട്ടുകാരിലുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? കാരണം അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷേ ബാക്കിലേക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. ഫ്രണ്ട് കാണുന്ന പോലെയല്ല, ഒരുപാട് സാധനങ്ങളുണ്ട്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഹാർഡ്വെയർ ആണെങ്കിലും വയറിംഗ് ആണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും പെയിൻ്റ് ആണെങ്കിലും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കടയൊന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ എനിക്കും അത് വളരെ ഒരു ഉപകാരമായിരിക്കും. നിങ്ങളുടെ ആ ഒരു ഷെയർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ലൈക്ക് കൊണ്ടോ എനിക്കൊരു ഉപകാരം കിട്ടുമ്പോൾ നല്ലൊരു കാര്യമാണ്. നമുക്ക് ഛേദമില്ലാത്തൊരു ഉപകാരം എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞേക്കൂട്ടെ. യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. കുറച്ച് ബൾബ് എടുക്കാനുണ്ടായിരുന്നേ. അവിടെ ബൾബ് ഇരുന്ന സ്ഥലത്തെ ബൾബ് തീർന്നു. എന്നിട്ട് എനിക്ക് കുറച്ച് ബൾബ് എടുത്തുകൊണ്ട് വന്ന് അടുക്കി വയ്ക്കാം എന്നോർത്ത് ഞാൻ മേളിലേക്ക് കയറി പോവുകയാണ്. നമ്മുടെ കൂടുതൽ സ്റ്റോക്കുള്ളതെല്ലാം നമ്മൾ അവിടെയാട്ടോ വെച്ചേക്കുന്നത്. അങ്ങോട്ട് കൂടുതലൊക്കെയാണ് വെച്ചേക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം അവിടെ കയറി പോയപ്പോൾ നല്ല ഇരുട്ടല്ലായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഒന്ന് അവിടുത്തെ ലൈറ്റ് ഒന്നിട്ടേക്കാം. ഇട്ടിട്ട് കയറിപ്പോൾ പകലവിടെ ലൈറ്റ് ഇടേണ്ട കാര്യമില്ല. പിന്നെ നമ്മളങ്ങ് അകത്ത് കയറി പോകുമ്പോഴത്തേനും കുറച്ച് ഇരുട്ട് പോലെ തോന്നും. അപ്പോൾ എന്തെങ്കിലും സാധനം തേടിയൊക്കെ എടുക്കണമെങ്കിൽ മാത്രമേ പകൽ നമ്മൾ ലൈറ്റ് ഉപയോഗിക്കുള്ളൂ. എൻ്റെ അടുത്ത് വെട്ടമുണ്ട്, ഇപ്പോൾ വീഡിയോ പിടിക്കുന്നുണ്ട് മാത്രമാണ് അങ്ങോട്ട് പോകുമ്പോൾ എന്തോ ഒരു ഇരുട്ട് പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ലൈറ്റ് ഇട്ടതാണ്. അപ്പം നല്ലതായിട്ട് കാണാമല്ലോ, എന്തെല്ലാം സാധനങ്ങളുള്ളതെന്ന് കാണാമല്ലോ. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. സാനിറ്ററി എല്ലാം ഉണ്ട്. ഉണ്ടോ, വാഷിംഗ് മെഷീനുകളുണ്ട്, ക്ലോസറ്റുകളുണ്ട് സൈഡിൽ. ഇതാണ് നമ്മുടെ കട. ഇത് വേണം താഴെ കൊണ്ടുപോയി അടുക്കാൻ. ഇതിൽ നിന്ന് കുറേ എടുത്ത് അടുക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, വയറൊക്കെ സ്റ്റോക്ക് ഇന്നോ നാളെയോ വരും. ഇതും കൊണ്ട് താഴെ പോയി അടുക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഫില്ലാകും. ബൾബ് പാക്കറ്റ് ഇതും കൂടെ ഉള്ളെന്ന് തോന്നുന്നു. അതുള്ളത് നമുക്ക് ഇവിടെ കൊണ്ട് അടുക്കി വെക്കാം. അപ്പോൾ ഇന്നോ നാളെ അതും വരുമല്ലോ. പിന്നെ എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നവരാണ് എനിക്ക് പിന്നെ കമൻ്റ് ഇടണം കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എന്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്, നിങ്ങളൊക്കെ എവിടെ ഉള്ളവരാണ്. വീഡിയോ കാണുന്നവരെല്ലാവരും കമൻ്റ് ഇടണേ. നിങ്ങൾ ഏത് ജില്ലയിലുള്ളതാണ്? ഞാൻ ഇത് ഇടുക്കി ജില്ലയാണ്. എവിടേക്ക് ഉള്ളവരെ എൻ്റെ വീഡിയോ കാണുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാട്ടോ ഞാൻ ജില്ല പറയുന്നത്. ഇടുക്കി ജില്ലയിലാണ്. ഇത് കൂട്ടാറെന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ നിൽക്കുന്ന കടയുടെ പേര് സ്റ്റാർ ഏജൻസി എന്നാണ്. അറിയാൻ മേലാത്തോട്ടാർക്കോ കേട്ടോ. കൂട്ടുകാർ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇത് നമ്മുടെ കടയുടെ അവിടെ നിന്ന് മേലിൽ നിന്ന് പുറകോട്ട് നോക്കുമ്പോഴുള്ള പുറകിലത്തെ വ്യൂ ആണ് കേട്ടോ. ഉണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു ആശുപത്രിയൊക്കെയാണേ. കാണുന്നത് നമ്മുടെ കടയുടെ മണ്ഡപം കേട്ടോ. ആ ഷീറ്റിട്ട് കാണുന്നത് നമ്മുടെ താഴത്തെ കൂടുന്നോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങൾ ഏത് ജില്ലയിലുള്ളതാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നവരാണ്,
എന്നൊന്ന് കമൻ്റ് ഇടണം കേട്ടോ. എനിക്ക് എത്ര പേര് കമൻ്റ് ഇടുമെന്ന് നോക്കട്ടെ, എത്ര ഷെയർ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്കിത് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല റിസ്ക് എടുത്ത് ചെയ്യുന്നൊരു പണിയാണോ എന്ന് ചോദിച്ചാൽ അതേ. കാര്യം തിരക്കൊക്കെ വരുന്ന സമയം നമുക്ക് ഒരു പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ അത്ര അങ്ങ് തിരക്ക് വരാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അത് ചേട്ടൻ ചെയ്തോ എന്ന് പറഞ്ഞൊരു പെർമിഷൻ തന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നല്ല ദിവസം ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നല്ല റിസ്ക് എടുത്ത് തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് ഇതിടുക എന്ന് പറയുന്നത്. അപ്പം കാണുന്നവരെല്ലാവരും അതിനായിട്ട് വാട്ടല്ലേ ഇരിക്കുന്നത്, ഷെയർ ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ കമൻറ്റ് ചെയ്യുകയോ എന്നെ സംബന്ധിച്ചത് നല്ലൊരു ഉപകാരമായിരിക്കും കേട്ടോ. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ഇങ്ങനെ കടയിൽ നിൽക്കുന്നവരുണ്ടോ? എമർജൻസി കുറേ എമർജൻസി ഇരിക്കുക. സത്യത്തിൽ ഞാൻ സെയിൽസ് ഗേളായിട്ടൊന്നും എങ്ങനെ നിന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. അതിവിടെ വന്നിട്ടാണ് ആദ്യമായിട്ട് ഞാനൊരു കടയിൽ നിൽക്കുന്നത്. ഇവിടെ വന്നാണ് A to Z ഒന്നും അറിയാൻ മേലാതെ കൊണ്ട് കയറി ഇങ്ങോട്ട് വരുവായിരുന്നു. ഇവിടുത്തെ ഓരോ ഐറ്റംസിനെ കുറിച്ചും എനിക്ക് സാധനം ഈ ബൾബ് എന്ന് പറഞ്ഞാൽ ബൾബിനെ കുറിച്ച് മാത്രം അറിയാം, അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ല. അതുപോലെ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ മനസ്സിലാകെ ഒരു പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് പല കളറിലെ പെയിൻ്റെന്ന് മാത്രം വിചാരിച്ചിരുന്ന സ്ഥലത്ത് ഇവിടെ വന്നപ്പോൾ ഏതെല്ലാം സൈസ് പെയിൻ്റ് ഉണ്ട്, ഏതെല്ലാം പേരുകളുണ്ടെന്നൊക്കെ ശരിക്കും ഇവിടെ വന്നേ പിന്നാണ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ പെയിൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്നും പഠിച്ചിട്ടില്ല. എപ്പോഴും പെയിൻറ്റിൻ്റെ കാര്യങ്ങൾക്കൊന്നും ഞാൻ എടുക്കാറില്ല. കാരണം അതൊക്കെ എനിക്ക് ചേട്ടനോ അല്ലെങ്കിൽ കൊച്ചോ ഉള്ളപ്പോൾ അവരാട്ടോ എടുക്കുന്നത്. കാരണം അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയാറായില്ല. ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പഠിച്ചു. പിന്നെ ഇപ്പം ഞാൻ കണ്ടെത്തുന്ന എൻ്റെ സന്തോഷമാണ് ഇതൊക്കെ കേട്ടോ. കാരണം എന്നാ പറയുക, ഞാൻ ഇതിൽ പറഞ്ഞ ഗുണത്തിൽ നമ്മളുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ്. നമ്മുടെ സന്തോഷം എന്നെ പറയുന്നേ അത് നമ്മൾ തന്നെ കണ്ടെത്തിയേ പറ്റുള്ളൂ. നമ്മളെ ആരെങ്കിലും സന്തോഷിപ്പിക്കുമെന്ന് കരുതിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുന്നോ അത് ഹാപ്പിയായിട്ട് ചെയ്യുക, സന്തോഷമായിട്ട് ചെയ്യുക. സങ്കടങ്ങളില്ലാത്തവരൊന്നും ഇല്ലെന്നേ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മുടെ ഓരോ നിമിഷവും ഹാപ്പിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ശരിക്കും അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട ഒരു മാർഗ്ഗമാണ്. ഞാനെപ്പോഴും ഓന്നും പറഞ്ഞാൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു ടൈപ്പൊക്കെ ആയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് നാളുകളായിട്ട് എല്ലാത്തിൽ നിന്നൊരു മോചനമായിട്ടോ. എന്തായാലും നമ്മുടെ ബൾബെടുക്കൽ കാര്യമായിട്ട് തകൃതിയായിട്ട് നടക്കുവാണേ. ബൾബ് വെച്ചിരുന്ന സ്ഥലമൊക്കെ മാറ്റി 18 വോൾട്ട് 15 വോൾട്ട് പിന്നെ ഇൻവെർട്ടർ എല്ലാം അതിന് സെക്ഷൻ തിരിച്ചു വെച്ചു. ഇപ്പം 9 വോൾട്ടിൻ്റെ ബൾബ് അത് നമ്മൾ മേളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് അടുക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അത് കുറേ ഉണ്ട്. അപ്പോൾ അടുക്കുന്നത് ഞാൻ കുറേ സ്പീഡ് കൂട്ടിയിട്ടേക്കും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് ലെങ്ത് കൂടിപ്പോകത്തില്ലേ, നിങ്ങൾക്കും ബോറാകും. പറയാൻ എനിക്കും കാര്യങ്ങളില്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് ഇവിടെയൊക്കെ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കും കേട്ടോ. അവൾ എനിക്കിതെടുത്ത് തരണമല്ലോ എന്ന് പറഞ്ഞ കൂട്ടുകാരി ഫോണ് എവിടെയോ കൊണ്ടുപോയി ഇങ്ങനെ അനങ്ങാതെ വെച്ചേക്കാണ് എന്നെ കാണുന്ന പോലെ. പിന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം കേട്ടോ. ഞാനെൻ്റെ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ മൊത്തമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ശകലശകലം സമയമുള്ള അപ്പോഴൊക്കെയാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അന്നോടൊന്ന് പറ്റുന്ന വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും എന്നോട് നിങ്ങളുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യണം. കാരണം നിങ്ങളെവിടെ ഉള്ളവരാണ് എങ്ങനെയുള്ളവരാണെന്നൊന്നും അറിയാതെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നോട് നിങ്ങളുടെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുമ്പം എനിക്കതൊരു സന്തോഷമായിരിക്കും. എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് എവിടെയെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നതൊക്കെ കാണുന്നതിനെക്കാട്ടിൽ എത്രയും സന്തോഷമുള്ള കാര്യം ഓടി നടന്ന് ഒരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുന്നത്. അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തോണം കൂടി നടന്ന് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ സന്തോഷമുള്ള കാര്യമല്ലേ. അങ്ങനെ എന്തെങ്കിലും ചടഞ്ഞുകൂടി എവിടെയെങ്കിലും ഇരിക്കുമ്പോഴേ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ അപ്പം നിങ്ങൾക്ക് തോന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാമെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ളവർ ചടഞ്ഞുകൂടി ഇരുന്നിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ഓടി നടന്ന് ചെയ്യാൻ തോന്നിയെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ.
അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ എന്നെ കമൻ്റായിട്ടൊന്ന് അറിയിച്ചാൽ മതിയേ. അതെനിക്കും ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും. എന്തായാലും നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഞാനത് ഹാപ്പി ആയിട്ട് ചെയ്യുമല്ലോ. ഗൈസ്, പൊക്കത്തിൻ്റെ ഒരു ശകലം കുറവുണ്ട് ഗൈസ്, എന്ത് ചെയ്യുമെന്ന് പറ. ഒരിച്ചിരി പൊക്കം കൂടെ ആരെങ്കിലും വായ്പ തരുമായിരുന്നെങ്കിൽ ഇത് കയറി വെക്കുന്ന കാര്യത്തിൽ ചില സമയത്ത് നമുക്കിവിടെ ഏണിക്ക് പോലും പൊക്കം ഇല്ലെന്ന് തോന്നും. കണ്ടോ ഉണ്ടോ പൊന്നോ, ഒരു തരത്തിലാണ് മേളിൽ കയറി ഒപ്പിക്കുന്നത്. ഒരെണ്ണവും കൂടെ ഉണ്ട് എടുത്ത് വെക്കാൻ. അത് കൊച്ചു വന്ന് എടുത്ത് തന്നു. അതിനെയും കയറ്റി ഞാൻ വെച്ചു. ഓക്കെ മതി. ഇത് ഇപ്പോൾ വന്നതാട്ടോ, കുറച്ച് നേരം ആയതേ ഉള്ളൂ ഫാൻ വന്നിട്ട്, അതാണ്. അല്ല അവളുണ്ടെങ്കിൽ അവൾ എടുത്ത് തരും. അവൾ ശകലം നേരത്തെ കയറിപ്പോയി. അപ്പം അതുകൂടെ അങ്ങ് എടുത്ത് വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടിരുന്നോളൂല്ലോ. സെറ്റായില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തെങ്ങനെ സെറ്റ് ചെയ്യണം, നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ കടയിലൊക്കെ നിൽക്കുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതെങ്ങനെയാണ് ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓർഡർ ചെയ്ത് വെക്കുന്നതൊക്കെ എന്നെ കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു മേഖലയിൽ ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റേതായ കുറേ പോരായ്മകളൊക്കെ കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞതാ, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും നല്ലൊരു സന്തോഷം കിട്ടുമല്ലോ കേട്ടോ. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരണേ. അപ്പം നേരെ സന്ധ്യയായി ഗേസ്, എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു സമയമാണ്. ശരി, എന്നാൽ വീട്ടിലേക്ക് ഞാനും പോവാം. ടാറ്റാ.